സ്വാഗതം. ആർക്കാണ് റോസ് ഇഷ്ടപ്പെടാത്തത് അല്ലേ? പക്ഷേ നമ്മൾ ഗാർഡനിൽ നിന്ന് വാങ്ങിച്ച് വെക്കുന്ന റോസുകളൊക്കെ ആ ഒരു സീസണിൽ മാത്രം പൂവുണ്ടായിട്ട് അത് പിന്നെ എങ്ങനെ നമ്മൾ പരിചരണം കൊടുത്താലും അത് നശിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു റോസ്, ഇതിൻ്റെ പേര് കാശ്മീരി റോസ് എന്നാണ്. ഈ റോസ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 365 ദിവസവും നമുക്ക് പൂക്കൾ തരും. പ്രത്യേകിച്ച് ഒരു പരിചരണവും വേണ്ട. നമ്മളെന്നാലും ആ രീതിയിൽ പരിചരണമൊന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ പൂക്കൾ തരും. പരിചരണം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരും എന്നുള്ളതാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ റോസുമായിട്ട് ഒക്കെ സാദൃശ്യമുണ്ട്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വ്യത്യസ്തത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ തണ്ടുകൾക്കൊന്നും മുള്ളുകളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് കൊച്ചു കുട്ടിക്ക് പോലും ഈ റോസിനെ നമുക്ക് പരിചരിക്കാനൊക്കെ സാധിക്കും. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ മുട്ടുകളായിട്ടാണ് തോന്നുന്നത്. പക്ഷേ പൂക്കൾ വിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല വലിപ്പത്തിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. പിന്നെ തണ്ടുകൾക്കൊക്കെ പൊതുവേ ഒരു വിലക്കുറവുള്ളതായിട്ടാണ് തോന്നുന്നത് നാടൻ വെറൈറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ പൂക്കൾ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിലും പൂക്കൾ പെട്ടെന്നങ്ങ് ഇങ്ങനെ കുനിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. മുട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിപ്പമുള്ള പൂവാണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന് തോന്നത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ടാത്ത, അതായത് റോസുകളുടെ കൂട്ടത്തിൽ തീരെ പരിചരണം വേണ്ടാത്ത ഒരു വെറൈറ്റിയാണ് ഈ കാശ്മീരി റോസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ നിലത്ത് നടുകയാണെങ്കിൽ ഇച്ചിരൂടെ നല്ലതാണ്. കാര്യം കൂടുതൽ പൂക്കളും കിട്ടും. പൂക്കൾക്ക് എണ്ണവും കൂടും, വലിപ്പവും കൂടും ചട്ടിയിൽ വെക്കുന്നതിനേക്കാളും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം തന്നെ ഇത് കണ്ടില്ല, നിറച്ചിങ്ങനെ, ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ അധികം വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്നല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ കെയറൊന്നും ചെയ്യുന്നില്ല. എന്നാൽ പോലും ഈ രീതിയിലാണ്, നല്ല രീതിയിലാണ് എനിക്ക് ഫ്ലവർ തന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും നിറച്ച് പൂക്കളായിട്ടുണ്ടാകും. ചിലപ്പോൾ കുലകളായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഓരോന്നായിട്ടുണ്ടാകും. എപ്പോഴായാലും നിറച്ച് പൂക്കൾ തരും. അങ്ങനെ റോസ് ഇഷ്ടമുള്ള ആളുകൾക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഈ കാശ്മീരി റോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തണ്ട് നമുക്ക് മുറിച്ച് നട്ട് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏത് ഉദ്യാനത്തിനെ ഒരു ഭംഗിയാക്കുന്നത് റോസാണല്ലോ. അപ്പം നമുക്ക് ഈ ഒരു റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം നമുക്ക് നല്ല രീതിയിൽ ഫ്ലവേഴ്സൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. മറ്റുള്ള റോസിനെയൊക്കെ അപേക്ഷിച്ചിട്ട് പെട്ടെന്ന് നല്ല രീതിയിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണിത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.